ലോകചരിത്രത്തിൽ ധാരാളം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഓരോ യുദ്ധത്തിന് പിന്നിലും ഓരോ കാരണങ്ങളായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ അത് ഒരു പ്രതിരോധത്തിന് വേണ്ടിയായിരിക്കാം, മറ്റു ചിലപ്പോൾ അധിനിവേശം നടത്തി ആ പ്രദേശം കൊള്ളയടിക്കാനായിരിക്കാം. അങ്ങനെ പലതരം കാരണങ്ങൾ ഓരോ യുദ്ധത്തിന് പിന്നിലും കാണാം. എന്നാൽ ജൂതർ കാനാനിലെ ജെറീക്കോ നഗരം ആക്രമിച്ചത് വാഗ്ദത്ത ഭൂമി സ്വന്തമാക്കാനാണെങ്കിലും അവർ ആ നഗരത്തിനോട് പ്രവർത്തിച്ചത് എന്തോ പ്രതികാരം തീർക്കുന്ന പോലെയാണ്. മനുഷ്യർക്ക് പുറമെ മൃഗങ്ങളും കോട്ടകളും വീടുകളും എന്നിവയുടെ മരങ്ങൾ വരെ ജൂതരുടെ ആക്രമണത്തിന്റെ ചൂടറിഞ്ഞു. തങ്ങളോട് ഒരു ദ്രോഹവും ചെയ്യാത്ത ജെറീക്കോയിലെ ജനങ്ങളോട് ജൂതർ എന്തിനായിരിക്കും ഇത്രയും ക്രൂരത പുലർത്തിയത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കർത്താവ് ജൂതരോട് ആവശ്യപ്പെട്ടത് കാനാനിൽ നിങ്ങൾ കീഴടക്കുന്ന ആദ്യ പട്ടണം അഥവാ ജെറീക്കോ പട്ടണം കർത്താവിന് ദഹനബലിയായി അർപ്പിക്കണമെന്നാണ്. ജോഷയുടെ ചാരന്മാരെ രക്ഷിക്കാൻ ജെറീക്കോ ദേശത്ത് ഒറ്റുകൊടുത്ത റാഹബിനെയും കുടുംബത്തെയും ഒഴിച്ച് നഗരം മുഴുവൻ ജോഷ തീയിൽ ദഹിപ്പിച്ചത് കർത്താവിന് ദഹനബലി അർപ്പിക്കാനായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത ഗൗരവപൂർവ്വം ഇത് നിർവഹിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മാത്രം കർത്താവിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യാഘാതം അയാൾ മനസ്സിലാക്കിയതിലും ഭയാനകമായിരുന്നു. അടുത്തതായി ആയിപ്പട്ടണം കീഴടക്കുമ്പോൾ ഇസ്രായേൽ ജനത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇയാളുടെ പ്രവൃത്തി മൂലമായിരുന്നു. അതിനെ തുടർന്ന് അയാളും കുടുംബവും നേരിട്ടതാകട്ടെ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ശിക്ഷാരീതികളാണ്. ബൈബിളിലെ ജോഷ പുസ്തകത്തിലെ ആഖാന്റെ പാപം എന്ന അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. ജെറീക്കോ കീഴടക്കിയ ശേഷം ഇസ്രായേലർ അടുത്തതായി കീഴടക്കാൻ ലക്ഷ്യം വെച്ചത് ആയിപ്പട്ടണമായിരുന്നു. ജെറീക്കോയെപ്പോലെ തന്നെ കാനാനിലെ വലിയ പട്ടണം തന്നെയായിരുന്നു ഇതും. പട്ടണം നിരീക്ഷിക്കുന്നതിനായി ജോഷ കുറച്ച് ആളുകളെ അയച്ചു. അങ്ങനെ ജോഷയുടെ ദൂതന്മാർ പട്ടണം നിരീക്ഷിക്കുകയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തിരികെ എത്തുകയും ചെയ്തു. അവർ പറഞ്ഞു, അവിടെ കുറച്ച് ആളുകളേ ഉള്ളൂ, എല്ലാവരും പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, 3000 പേരൊക്കെ പോയാൽ മതിയാകും. അതുപ്രകാരം ഇസ്രായേൽ യോദ്ധാക്കൾ ആയി നഗരം കീഴടക്കാനായി പുറപ്പെട്ടു. എന്നാൽ വിചാരിച്ച പോലെ എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. അവിടെയുള്ളവർ ഇസ്രായേലരെ ധൈര്യസമേതം നേരിട്ടു. 36-ലധികം പേരെ അവർ വധിച്ചു. ബാക്കിയുള്ളവർ ഭയം കൊണ്ട് ജോഷയുടെ അടുത്തേക്ക് തോറ്റോടി. പരാജയ വാർത്ത അറിഞ്ഞ് ജോഷ തൻ്റെ വസ്ത്രം വലിച്ചു കീറി തലയിൽ പൊടി വാരിയിട്ട് ഇസ്രായേൽ ശ്രേഷ്ഠരോടൊപ്പം കർത്താവിൻ്റെ വാഗ്ദത്ത പേടകത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണുകിടന്നു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇങ്ങനെ അമോര്യരുടെ കൈകളിൽപ്പെട്ട് മരിക്കാനാണെങ്കിൽ ഞങ്ങളെ എന്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു? ജോർദാൻ നദിക്ക് അക്കരെ തന്നെ താമസിച്ചാൽ മതിയായിരുന്നല്ലോ. ഈ വാർത്ത കേട്ടാൽ കാനാൻ ദേശത്തെ മറ്റുള്ളവരും ഞങ്ങൾക്കെതിരെ വരും. ഇസ്രായേൽ എന്ന ഈ നാമത്തെ തന്നെ അവർ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കും. പിന്നെ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തെ കാക്കാൻ എന്തു ചെയ്യും? ജോഷയുടെ പ്രാർത്ഥനയും പരാതിയും എല്ലാം കേട്ട കർത്താവ് പറഞ്ഞു, എഴുന്നേൽക്കുക, നീ എന്തിനിങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? ഇസ്രായേൽ ജനത പാപം ചെയ്തിരിക്കുന്നു. എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു. നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി. അവ തങ്ങളുടെ സാമാനങ്ങളോട് കൂടെ വച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മുമ്പിൽ തോറ്റു പിന്മാറുന്നു. എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. നിങ്ങളെടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാനിനി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ കർത്താവ് പറഞ്ഞ പോലെ ജോഷ ഇസ്രായേൽ മക്കളെല്ലാം വിളിച്ചു ചേർക്കുകയും അവരോടെല്ലാം കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. കർത്താവ് പറഞ്ഞതനുസരിച്ച് ഗോത്രങ്ങളും ഉപഗോത്രങ്ങളുമായി ഇസ്രായേൽ ജനതയെ ജോഷ വേർതിരിച്ച് നിർത്തിയിരുന്നു. യൂദഗോത്രത്തിൽ നിന്ന് സേര കുലത്തെയും അതിൽ നിന്ന് സബ്ദി കുടുംബത്തെയും അദ്ദേഹം തിരഞ്ഞെടുത്തു. അതിൽ നിന്നും കാർമിയുടെ പുത്രനായ ആഖാനെ സമീപിച്ചുകൊണ്ട് ജോഷ പറഞ്ഞു, എൻ്റെ മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നീ എന്ത് ചെയ്തെന്ന് എന്നോട് പറയുക. എന്നിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കരുത്. ആഖാൻ മറുപടി പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. കൊള്ളവസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ ഒരു മേലങ്കിയും 200 ശക്കൽ വെള്ളിയും 50 ശക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണക്കടിയും ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്കൊരു മോഹം തോന്നുകയും വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം എൻ്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു. ഉടൻ തന്നെ ജോഷ ദൂതന്മാരെ അയച്ചുകൊണ്ട് അതെല്ലാം കണ്ടെത്തുകയും ഇസ്രായേൽ ജനതയുടെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തു. അവരത് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. ആഖാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി കർത്താവ് അവനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ സകല വസ്തുക്കളെയും ദഹിപ്പിക്കാനായി പറഞ്ഞു. ജോഷ കർത്താവ് പറഞ്ഞ പോലെ ആഖാനെയും അവൻ്റെ പുത്രിപുത്രന്മാരെയും ആടുമാടുകളെയും അവൻ്റെ കൂടാരത്തെയും ജെറിക്കോയിൽ നിന്ന് അയാൾ മോഷ്ടിച്ച സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കട്ടകളെയും ഉൾപ്പെടെ തൊട്ടടുത്തുള്ള താഴ്വരയിൽ എത്തിച്ചു. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ്. ജെറിക്കോ പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ ഉന്മൂലനം ചെയ്യുമ്പോൾ ഒരാൾ മോഹം തോന്നി എടുത്ത സ്വർണത്തിനും വെള്ളിക്കും പകരമായി അയാൾ നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ മാത്രമായിരുന്നില്ല, തൻ്റെ മക്കളുടെയും തൻ്റെ അധീനതയിലുള്ള ആടുമാടുകളുടെയും മറ്റു മൃഗങ്ങളുടെയും ജീവൻ കൂടിയായിരുന്നു. അങ്ങനെ ജോഷ ആഖാനോട് പറഞ്ഞു,
നീ എന്തിനാണ് ഞങ്ങൾക്ക് മേൽ ഈ കഷ്ടത വരുത്തിയത്? ഇന്ന് നിന്റെ മേലും ഇസ്രായേലിൻ്റെ ദൈവം കഷ്ടത വരുത്തും. അതോടെ ഇസ്രായേൽ ജനത അവൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും കല്ലുകൾ എറിയാൻ തുടങ്ങി. കല്ലെറിഞ്ഞ് അവസാനം അതൊരു കൽക്കൂമ്പാരമായി മാറി. പിന്നെ അവൻ്റെ കൂടെയുള്ള സകല വസ്തുക്കളെയും അവനോടൊപ്പം കത്തിച്ചു. അങ്ങനെ കർത്താവിന് വേണ്ടി ജെറീക്കോയുടെ ദഹനബലി ജോഷ ഇവിടെ വെച്ച് പൂർത്തീകരിച്ചു. അങ്ങനെ ദഹനബലി പൂർത്തിയായതോടെ യഹോവയുടെ കോപം ശമിക്കുകയും ഇസ്രായേൽ ജനതയെ കർത്താവ് വീണ്ടും അനുഗ്രഹിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ഈ താഴ്വര ആഗോറിൻ്റെ താഴ്വര എന്നറിയപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം ആയിപ്പട്ടണം കീഴടക്കാൻ ജൂതർക്ക് നിഷ്പ്രയാസം സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. പ്രതിസന്ധികളിൽ നിന്നും പ്രത്യാശയിലേക്ക് നയിച്ചത് ഈ താഴ്വരയിലെ ദഹനബലി ആയതുകൊണ്ട് ആഗോറിൻ്റെ താഴ്വര പ്രത്യാശയുടെ പ്രതീകമായി ജൂതർ ഇന്നും കണക്കാക്കുന്നു.